ഇവിടെ ഒരു പെൺകുട്ടിക്ക് കാട്ടിൽ നിന്നൊരു മുട്ട കിട്ടുകയാണ്. അങ്ങനെ അവളത് വീട്ടിൽ കൊണ്ടുവന്ന ശേഷം നോക്കുമ്പോൾ മുട്ട ഭയങ്കരമായിട്ട് വളർന്നിരിക്കുന്നു. സാധാരണ മുട്ടയെക്കാളും 100 മടങ്ങ് വലുതായിരുന്ന ആ മുട്ടയെ കെട്ടിപ്പിടിച്ച് അവൾ കരയാൻ തുടങ്ങി. ആ സമയത്ത് മുട്ട പൊട്ടി അതിനകത്ത് നിന്നൊരു കൊടൂര കൈ പുറത്തു വരികയാണ്. അപ്പൊ ഇത് കണ്ട് പേടിച്ച പെൺകുട്ടി കബോർഡിലേക്ക് കയറി ഒളിച്ചിരിക്കുന്നു. എന്നിട്ട് നോക്കിയപ്പോൾ ആ മുട്ട മുഴുവനായിട്ട് വിരിഞ്ഞ് അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു വ്യത്യാസമായ മോൺസ്റ്റർ പുറത്തേക്ക് വരുന്നു. അപ്പൊ ഇത് കണ്ട് ഭയങ്കരമായിട്ട് ആ കുട്ടി പേടിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് ആ മോൺസ്റ്റർ ആ കബോർഡിന്റെ ഉള്ളിലേക്ക് വന്ന് നോക്കുന്നു. ഉടനെ അവള് ശബ്ദമുണ്ടാക്കാതെ പുറകോട്ട് മാറുന്നു. ആ ടൈമിൽ പെൺകുട്ടിയുടെ അച്ഛൻ താഴെ നിന്ന് പടിക്കെട്ട് കയറി മുകളിലേക്ക് വരികയായിരുന്നു. അപ്പൊ ആ ശബ്ദം കേട്ട ഉടനെ മോൺസ്റ്റർ റൂമിന്റെ ജനൽ പൊട്ടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. അതിനുശേഷം രാത്രി ബേർഡിനെ പോലിരിക്കുന്ന ആ മോൺസ്റ്റർ പെണ്ണിന്റെ റൂമിലേക്ക് വരുന്നു. അപ്പൊ അത് കണ്ട് അവള് പേടിച്ച് പുറകോട്ട് പോവാണ്. മോൺസ്റ്റർ നടന്ന് അവളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. എന്നാൽ അടുത്ത് വന്നിട്ട് മോൺസ്റ്റർ അവളെ ഒന്നും ചെയ്തില്ല. അതിന്റെ കയ്യിൽ കുത്തിക്കേറിയ ചില്ല് മാത്രം എടുത്തു കൊടുക്കാൻ പറയുന്നു. ഉടനെ അവള് ചില്ല് വലിച്ചുവരുന്നു. അപ്പൊ ആ വേദന കൊണ്ട് മോൺസ്റ്റർ ഉറക്കി കരയാൻ തുടങ്ങി. നോക്കുമ്പോ ആ ജീവി അവള് ചെയ്യുന്നത് പോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ആ ജീവി അപകടകാരിയല്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആവുകയാണ്.